നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ അടക്കി വാഴുന്നത് ഗിബ്ലി ട്രെൻഡാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഈ ട്രെൻഡിനൊപ്പം കുതിക്കുകയാണ്. പലസ്തീൻ അധിനിവേശം ഒഴിച്ചു നിർത്തിയാൽ പ്രതിരോധ വാണിജ്യ കരാറുകളിലൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വരച്ചുകാട്ടാൻ ഇതിലും വലിയ ചിത്രം വേറൊന്നില്ല. ഇരുവരും തങ്ങളുടെ സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തെ പ്രതീകപ്പെടുത്തുന്ന ചിത്രം ഇന്ത്യയിലെ ഇസ്രായേൽ എംബസിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ചിത്രം പങ്കുവച്ചത്. 2018 പ്രധാനമന്ത്രിയുടെ ഇസ്രായേൽ സന്ദർശന വേളയിൽ ഇരു നേതാക്കളും തീരത്ത് ഒരു ജീപ്പിൽ യാത്ര ചെയ്തപ്പോഴുള്ള ചിത്രമാണിത്. എക്സിൽ ചിത്രം പങ്കുവച്ചുകൊണ്ട് ഇസ്രായേലിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയിരുന്നത് ഇന്ത്യ ഇസ്രായേൽ സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ്. നയതന്ത്ര യോഗങ്ങൾ മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്രപരമായ നാഴികക്കല്ലുകൾ വരെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് തയ്യാറാക്കിയ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ യാത്രയുടെ മുഴുവൻ ദൃശ്യങ്ങളും പകർത്തിയിട്ടുണ്ട്. ഇനി ഗിബ്ലി ചിത്രത്തെക്കുറിച്ച് മറ്റു ചില കാര്യങ്ങൾ കൂടി നോക്കാം. ഇതിനോടകം തന്നെ ഈ ട്രെൻഡ് പരീക്ഷിക്കാത്തവർ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ്. ഫോട്ടോകളെ അനിമേഷൻ ചിത്രങ്ങൾക്ക് സമാനമാക്കുകയാണ് ഇത് ചെയ്യുന്നത്. എന്തിന് ഏറെ പറയുന്നു, കേരള പോലീസും ഉണ്ട് ഈ ട്രെൻഡിൽ. ഓപ്പൺ AI ചാറ്റ് GPT-4.0 പുറത്തിറക്കിയത് പുതിയ ഫീച്ചറാണ് ഈ ജനറേറ്റർ. ഇത് ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് പുതിയ ചിത്രങ്ങൾ സൃഷ്ടിക്കുവാനും അവരുടെ ചിത്രങ്ങൾ ജാപ്പനീസ് അനിമേഷൻ സ്റ്റൈലിലേക്ക് മാറ്റാനും കഴിയുന്നു. അതേസമയം ഈ ഫീച്ചർ പ്രശസ്തമായ സ്റ്റുഡിയോ ഗിബ്ലിക്ക് സമാനമായി കൊണ്ടുതന്നെ കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യത ഏറെയാണ്. കാരണം ഹയാവോ മിയാസാക്കി, ഇസായോ ടോക്കോ ഹക്കാദ എന്നിവരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അനിമേഷൻ സ്റ്റുഡിയോ ആണ് ഗിബ്ലി. സ്പിരിറ്റഡ് എവേ, മൈ നൈബർ ടൊട്ടോരോ, കിക്കീസ് ഡെലിവറി സർവീസ്, ഔൾ മൂവിംഗ് ഗാസ്, പ്രിൻസസ് മൊനോക്കോ, ദ വിൻഡ് റൈസസ് അങ്ങനെ പ്രശസ്തമായ അനേകം അനിമേഷൻ ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഗിബ്ലി ദൃശ്യങ്ങളുടെയും കഥ പറച്ചിലുകളുടെയും ലോകമെമ്പാടുമുള്ള കലാകാരന്മാരെ ആകർഷിച്ചതാണ്. അധികമായാൽ അമൃതം വിഷമാണെന്ന് പറയുക. തുടക്കത്തിലെ തമാശ ഇപ്പോഴും ഈ ട്രെൻഡിന് ലഭിക്കുന്നില്ല എന്നതാണ്. രാഷ്ട്രീയ നേതാക്കളുടെ ചിത്രങ്ങൾ ഇതിൽ ഉപയോഗിച്ച് വിവാദപരമായ പോസ്റ്ററുകൾ ഇടാനും തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും സംഭവം മറ്റൊരു തലത്തിലേക്ക് മാറിയിട്ടുണ്ട്. ജാപ്പനീസ് സ്റ്റുഡിയോയുടെ സർഗാത്മക സൃഷ്ടികളെ അടിസ്ഥാനമാക്കിയാണ് ഓപ്പൺ AI അതിൻ്റെ ഇമേജ് തയ്യാറാക്കിയതെന്ന് വിസ്മരിക്കാനാവില്ല. ഓപ്പൺ AI പോലുള്ള കമ്പനികൾ ഇത്തരത്തിലൂടെയുള്ള കണ്ടുപിടുത്തങ്ങളിലൂടെ കലാകാരന്മാരുടെ ജീവിതത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുവാനുള്ള അഭിപ്രായവും ഗിബ്ലി ട്രെൻഡായതോടെ സജീവമായിട്ടുണ്ട്. അതേസമയം ചാറ്റ് GTP+, പ്രോ ടീം, സെലക്ട് എന്നിവ പോലുള്ള സബ്സ്ക്രിപ്ഷനുകളും മാത്രമേ ലഭ്യമാവുകയുള്ളൂ. ഉപയോക്താക്കൾക്ക് ഒരു സമയം പരമാവധി 3 ചിത്രങ്ങൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഗൂഗിളിന്റെ AI ചാറ്റ് ബോട്ടിനും ഗിബ്ലി ചിത്രങ്ങൾ നിർമ്മിച്ചെടുക്കുവാൻ കഴിയും. ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായി നൽകുകയോ ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയോ ചെയ്യാം. ഏകദേശം 30 സെക്കൻഡിനുള്ളിൽ ഒരു ചിത്രം നിർമ്മിച്ചെടുക്കാം. എഡിറ്റ് ചെയ്യുവാനും അപ്സ്കെയിൽ ചെയ്യുവാനും ചിത്രങ്ങൾ വീഡിയോകളാക്കി മാറ്റുവാനും ഇതിലൂടെ സാധിക്കും. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.